കാര്യങ്ങൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, ഒരു വീക്ക് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം രണ്ടുപേര് തമ്മിലുള്ള ഒരു വഴക്കുണ്ടായാൽ പോലും നമ്മുടെ സൈഡിൽ നിന്നുള്ള അത്രയും നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ആക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വേറൊരാളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കത്തില്ല. കാരണം ഷെയർ ചെയ്യുന്ന ആൾ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാളടുത്തായിരിക്കില്ല. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ആ നെഗറ്റീവ് വേർഷൻ നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ നിൽക്കത്തില്ല. ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് വേറെ ആരുടെ ഷെയർ ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഉള്ളിലെ ചില ഫിയേഴ്സ്, എൻ്റെ വീക്ക് പോയിൻറ്റ്സ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ആണ് ഈ ഒരു സിറ്റുവേഷൻ എങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും പോസിറ്റീവായിട്ട് ആ കാര്യം ഡീൽ ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ ഈ ബുക്കിൽ എഴുതി വെക്കാറുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ചില സമയത്തൊക്കെ ഞാൻ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ മാർക്ക് കുറഞ്ഞു പോകുമ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ വരും. അയ്യോ, മാർക്ക് കുറഞ്ഞു പോയല്ലോ. അടുത്ത ഒരു മോക്ക് ടെസ്റ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ ആ ഒരു അയ്യോ, ഈ എക്സാം എഴുതണോ, നേരത്തെ പോലെ മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ വീണ്ടും എനിക്കൊരു നെഗറ്റീവ് അടിക്കത്തില്ല, അത് എന്നെ ഡിഗ്രേഡ് ചെയ്യുമോ, എനിക്ക് പഠിക്കാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു ത്വര അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഉള്ള തോട്ട്സ് കയറി വരുമായിരുന്നു. അപ്പം ഞാൻ അതിന് ഒരു സൊല്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ലൈഫിലെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ സൈഡിലുള്ള ഫോൾട്ട്സ് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ വിചാരിക്കും നമ്മൾ കറക്റ്റ് വേയിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്നൊക്കെയുള്ള തോട്ട്സൊക്കെ നമുക്ക് എക്സാം കഴിയുമ്പോൾ കയറി വരും. പക്ഷേ ഇപ്പം എനിക്കറിയാം എൻ്റെ കഴിഞ്ഞ എക്സാമിന് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് എവിടെയൊക്കെയാണ് എനിക്ക് പോയത്, എൻ്റെ നെഗറ്റീവ്സ് എവിടെയൊക്കെ ആയിരുന്നു, എവിടെയൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ളൊക്കെ എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. എൻ്റെ ലൈഫിലെ പല കാര്യത്തിലും അതുപോലെ തന്നെ എവിടെയൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഓരോ സിറ്റുവേഷനിലും എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ, പോസിറ്റീവ് വേയിൽ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ഐഡിയയും ഉണ്ട്. അതുപോലെ തന്നെ സെയിം നെഗറ്റീവ് തോട്ട്സും സെയിം ഫിയേഴ്സും വീണ്ടും മൈൻഡിൽ കയറി വരത്തില്ല. ആ ഉണ്ടായിരുന്ന ആ ഒരു പേടി, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ആ പേടി അത് മാറിയിട്ട് എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം എനിക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഓരോ ടൈമിലും എൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ മാർക്സ് കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളിൽ എൻ്റെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങളിൽ, ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞെങ്കിലും എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ലൈഫിൽ ചില സമയത്തൊക്കെ നമുക്ക് ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും, നമ്മുടെ പാരൻസോ പാർട്ട്ണറോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിലും എവിടെയോ ഇങ്ങനെ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു ഫീല് എന്തോ ചില സമയത്ത് നമുക്കങ്ങനെ തോന്നിപ്പോവും. എനിക്കങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് തുടങ്ങിയ ശേഷം എനിക്ക് ആ ഒരു ഫീലും ഇല്ല. നമുക്ക് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ.